ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കോട്ടയം പാലാ നഗരസഭയിൽ സ്വതന്ത്രനായി ജയിച്ച ബിനു പുളിക്കക്കണ്ടവുമായി കൂടിക്കാഴ്ച നടത്തി LDF നേതാക്കൾ. മന്ത്രി VN വാസവനും CPIM ജില്ലാ സെക്രട്ടറിയും നേരിട്ടെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ബിനു പുളിക്കക്കണ്ടത്തിന്റെ ആവശ്യങ്ങൾ LDF അംഗീകരിച്ചതായതാണ് വിവരം. എന്നാൽ മുന്നണി പ്രവേശനത്തിൽ ബിനു പുളിക്കക്കണ്ടം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ക്രിസ്മസ് ദിനത്തിന് മുൻപായി ഒരു തീരുമാനമുണ്ടാകുമെന്ന് ബിനു പുളിക്കക്കണ്ടം റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഏറ്റവും വലിയ കക്ഷി നേതാക്കന്മാരാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എല്ലാവരുടെയും ഘടകകക്ഷികളുടെ എല്ലാം രണ്ടാമത്തെ കക്ഷിയുടെയും മൂന്നാമത്തെ കക്ഷിയുടെയും എല്ലാം നേതാക്കന്മാരുടെ അറിവും സമൂഹത്തോടും കൂടിയാണ് ചർച്ച തുടങ്ങി വെച്ചതാണെന്നാണ് അവർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ആദ്യം സൗഹാർദ്ദപരമായ ഒരു സിറ്റിംഗ് ആണ് നടത്തുന്നത്. നമ്മളെ അക്കോമഡേറ്റ് ചെയ്യാൻ അവർ തയ്യാറാണോ, അവരെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണെന്നുള്ളതാണല്ലോ പ്രഥമ വിഷയം. അത് ഇരുകൂട്ടരും അതിൽ നമ്മൾ കംഫർട്ടബിൾ ആണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ന്യായമായ കാര്യങ്ങൾ ഞങ്ങൾ പറയും, ന്യായമായ കാര്യങ്ങളെ അവരോട് ഞങ്ങൾ ആവശ്യപ്പെടുകയുള്ളൂ. അവരും അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തയ്യാറാണെന്ന് ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. 25-ാം തീയതി ക്രിസ്മസ് ദിവസമാണ്. എന്നാലും ക്രിസ്മസ് ദിവസത്തിന് മുമ്പായിട്ട് തന്നെ ഒരു പ്രഖ്യാപനം എന്ന് പറയത്തില്ല, ഒരു തീരുമാനം വെളിയിൽ നിങ്ങളോട് പറയാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അഖിൽ കെ ചേരുന്നു. അഖിൽ, ബിനു പുളിക്കക്കണ്ടത്തിന്റെയും കുടുംബത്തിന്റെയും ക്രിസ്മസ് ഗിഫ്റ്റ് ആർക്കാണ് കിട്ടുക? LDF-നാണോ? റോഷ്നി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. പക്ഷേ LDF-ലേക്കാണ് എന്നൊരു സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമെടുത്തിട്ടില്ല. UDF-ഉമായും സജീവമായ ചർച്ചകൾ തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ മന്ത്രി VN വാസവനും അതുപോലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി രഘുനാഥ് അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി ഇത്തരത്തിൽ ബിനു പുളിക്കണ്ടവും കുടുംബവുമായി ചർച്ച നടത്തിയിരിക്കുന്നത്. ഇവർ ഈ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDF-ഉമായും അത്തരത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നേരിട്ടെത്തി UDF-ന്റെ ഫ്രാൻസിസ് ജോർജ് MP അടക്കമുള്ള നേതാക്കൾ നേരിട്ടെത്തി സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ചില കാര്യങ്ങളിൽ UDF-മായുള്ള കാര്യങ്ങളിൽ ചില ധാരണയിൽ പൂർണ്ണമായും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും LDF-മായി UDF-മായും സജീവമായ ചർച്ചകൾ തുടരുന്നു. പക്ഷേ ഏത് ഘട്ടത്തിലേക്കല്ല LDF-ലേക്ക് UDF-ലേക്ക് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ പാലായിൽ വീണ്ടും LDF വരാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മന്ത്രി VN വാസവൻ തന്നെ നേരിട്ടിടപെട്ട് ഈ പാലായിൽ ബിനു പുളിക്കണ്ടത്തെയും കുടുംബത്തെയും LDF-ൽ എത്തിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ അത് നടത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അതിന്റെ അത് ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ LDF-ലേക്ക് പോകുന്നതിന് സൂചനകൾ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം മന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഈ ഘട്ടത്തിൽ ഇടപെടുന്നത്. ആദ്യ ഘട്ടത്തിൽ പല LDF നേതാക്കളും ചർച്ച ചെയ്തിരുന്നു, ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ നേരിട്ടെത്തി ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിന്റെ ഗൗരവം അല്ല അത് തീവ്രമേറിയത് തന്നെയാണ്. എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാളോടുകൂടി ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നടക്കം പല നേതാക്കളും ഇതിനോടകം തന്നെ ബിനു പുളിക്കണ്ടോ കുടുംബത്തോടും ഒക്കെ തന്നെ ഈ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമീപിച്ചിട്ടുണ്ട്. എന്തായാലും LDF-ഉമായും UDF-ഉമായുമുള്ള സജീവമായ ചർച്ചകൾ ഇവിടെ തുടരുന്നുണ്ട്. ഒരുപക്ഷെ ഈ LDF-ലേക്ക് പോകുന്ന കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം 3 പേർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭരണം പിടിക്കാൻ കഴിയും. പക്ഷേ UDF-ൽ അങ്ങനെയല്ല. വിമത സ്ഥാനാർത്ഥിയുടെ അഭിപ്രായം കൂടി തേടണം. വിമത സ്ഥാനാർത്ഥിയുടെ ആ ഒരു മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചാലാണ് UDF-ന് ഭരിക്കാൻ കഴിയുക. അപ്പോൾ UDF-ൽ ഒരു പ്രതിസന്ധി അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ LDF-ൽ അത്ര പ്രശ്നങ്ങളില്ല. ഈ ബിനു പുളിക്കണ്ട കുടുംബം പോയാൽ മാത്രം മതി. എന്തായാലും നിലവിലെ ഈ കാര്യത്തിൽ ഈ ഘട്ടത്തിൽ നമുക്ക് LDF-ലേക്കുള്ള ചാഞ്ചാട്ടമാണോ LDF-ലേക്കാണോ പോകുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോളം നാളെ രാവിലെയോട് കൂടിയൊക്കെ തന്നെ ഇതിലൊരു കൃത്യമായ വ്യക്തത വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ അഖിൽ, ക്രിസ്മസിന് മുൻപ് തന്നെ തീരുമാനം അറിയിക്കുമെന്ന് പറയുമ്പോൾ ഇന്നോ നാളെയോ, അപ്പോൾ ആ തീരുമാനത്തിനായി നമുക്ക് കാത്തിരിക്കാം. ആർക്കാണ് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത് ആകാംക്ഷയോടെ നോക്കാം.